ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു 3 മുട്ട ഞാനവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു മുട്ടക്കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കണതാണ്. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കണത്. അതേപോലെ ഇത് പുട്ടിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റീഫൈൻഡ് ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഞാനിവിടെ 2 സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോള നമ്മൾ ചൂടുള്ള റീഫൈൻഡ് ഓയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള അങ്ങനെ വല്ലാണ്ട് ബ്രൗണൊന്നും ആവണ്ട, ഒരുവിധം അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആവില്ലേ, അതുവരെ നമുക്ക് വഴറ്റണം. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവോളയുടെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3-4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂക്കുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നല്ലോണം പോകണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഇവിടെ അരിഞ്ഞു വെച്ചത്, അത് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞു വരണം. അപ്പോൾ കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് നോക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടും. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി തുറന്ന് നോക്കാം. തുറന്നപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇളക്കണ ചട്ട് കയ്യിൽ മതി, അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്താൽ നമ്മുടെ ഗ്രേവി ഒന്ന് കൊഴുത്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്ന് അമർത്തി നമുക്കൊന്ന് ഉടയ്ക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഉടച്ചു. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് മൂക്കുന്നവരെ കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. നല്ലോണം മൂത്താലേ നമുക്ക് കറിക്ക് സ്വാദം ഉണ്ടാവുള്ളൂ മസാലകളെ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പം മസാലയൊക്കെ ഒരുവിധം മൂത്ത് വന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല ലാസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയാൽ മതി. അതേ നേരം ഇളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുകയാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഇതിൻ്റെ ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഇളക്കുക. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു 1-1.5 ഗ്ലാസ് ചൂടുവെള്ളം ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. 1.5 ഗ്ലാസ്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നല്ലോണം തിളച്ച് ഒന്ന് കുറുകട്ടെ. ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറായി. മുട്ടക്കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്ര വയ്ക്കാം. നമുക്ക് അത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി വരാൻ തുടങ്ങിയിട്ടോ. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമ്മുടെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഗ്രേവി ശരിക്കും തയ്യാറായി, നല്ല കുറുകി വന്നു. ഞാൻ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 3 മുട്ടയാട്ടോ പുഴുങ്ങി വെച്ചത്. അത് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വരഞ്ഞു വെച്ചിരുന്നു. ഇനി നമുക്ക് ഒന്ന് ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ മീതെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ഉപ്പുമുളകൊക്കെ മുട്ടയിൽ ഉപ്പുമുളകൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുമല്ലോ, അതിന് വേണ്ടി ഒന്ന് നല്ലോണം ഇളക്കി മുട്ടയുടെ ഗ്രേവി ഒന്ന് മുട്ടയുടെ മീതേക്കൊക്കെ ആക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ മുട്ടക്കറി തയ്യാറായി. ഇനി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം.
എല്ലാവരും ലൈക്ക് ചെയ്യണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.